വീട്ടിലുണ്ടാക്കുന്ന പിസ്സ. നമുക്കിന്ന് പിസ്സ ഉണ്ടാക്കിയാലോ? ഇതാ കണ്ടോളൂ, നമ്മൾ വീട്ടിൽ പിസ്സ ഉണ്ടാക്കുകയാണിപ്പോൾ. നമുക്കതിന് ആദ്യം വേണ്ടത് കുറച്ച് ഉള്ളി, പിന്നെ ഒരു തക്കാളി, അത് കഴിഞ്ഞ് പിന്നെ കേബേജിൻ്റെ പീസ് വേണം. ഉള്ളി, തക്കാളി, കുറച്ച് കേബേജിൻ്റെ പീസും കൂടി മിക്സാക്കി അവിടെ വെക്കുക. ചെറുതായി അരിഞ്ഞിട്ടിട്ട് മിക്സാക്കി അവിടെ വെക്കുക. ഓക്കെ, അത് സെറ്റായി. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കുക. ഇത് പിസ്സേൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു മിക്സ് ഐറ്റം മാത്രം. കുറച്ച് വെജിറ്റബിളിൽ നല്ലത്. പിന്നെ മുട്ട, ഒരു 3 മുട്ട എങ്കിലും വേണം. 2 മുട്ട കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഞാൻ 3 മുട്ടയാണ് ഉണ്ടാക്കിയത്. ആ 3 മുട്ട കൊണ്ട് അതിൽ പൊട്ടിച്ച് ഇടുക. 3 മുട്ട അത് പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ട നല്ലോണം മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യണം. ഉപ്പ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 4-5 പീസ് ബ്രെഡ് എടുത്തിട്ട് സൈഡ് കട്ടായി കളയാം. ആ കരിഞ്ഞ പോകാൻ പോലത്തെ സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. 4 സൈഡും കട്ട് ചെയ്തിട്ടെടുക്കുക. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നടക്കുക. അത് കറുത്ത കുത്തുമ്പോൾ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കുക കരട്ടിൽ. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണ്ടേ. ബട്ടർ ഞാൻ ഇവിടെ നെയ്യുള്ളതുകൊണ്ട് നെയ്യാണ് ഉപയോഗിച്ചത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി. നെയ്യ് എടുത്തിട്ട് നമ്മുടെ പാനിൽ വെച്ചിട്ട് അതിൽ ചൂടാക്കി വെക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് എടുത്തിട്ട് അതിൽ വെക്കുക. ഞാനിപ്പോൾ ഒരു 4 പീസാണ് ആകെ എടുത്തത്. 4 പീസ് സ്ക്വയറിൽ വെക്കുക. നിങ്ങൾ സ്ക്വയർ വേണോ റൗണ്ട് വേണോ ഏത് രീതിയിലും വേണേൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്ക്വയറിലാണ് അത് കട്ട് ചെയ്തത്. ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ലോണം മുട്ട ഒഴിച്ച് കൊടുക്കുക. ഫുള്ള് മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഓംപ്ലേറ്റ് അടിക്കും പോലെ അത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ആയതിനു ശേഷം തിരിച്ചിടുക. കേട്ടോ, മുട്ട റെഡി. അതിന് ശേഷം നമുക്ക് കുറച്ച് സോസ് അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സോസ് എടുത്ത് ടൊമാറ്റോ സോസ് എടുത്ത് അതിലൊഴിച്ച് കൊടുക്കുക. അതിന് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും പരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി, തക്കാളി, അങ്ങനെ ക്യാരറ്റ്, കേബേജൊക്കെ ഉണ്ടായിരുന്നു. അത് മെല്ലെ അതിൻ്റെ മുകളിലിട്ട് ഇട്ട് കൊടുക്കുക. പിള്ളേർ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. പാനിൽ നിന്ന് മാറ്റി ഇപ്പോൾ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് എന്നിട്ട് ചീസ് എടുത്തിട്ട് അതിന് മേലെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ചീസ് എടുത്തിട്ട് 3-4 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ചീസാണ് വെക്കുന്നത്. അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കണം. ഇപ്പോൾ ചീസ് നല്ല ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുകി വന്നതിന് ശേഷം നമുക്ക് ആ കുക്കറിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ്സ, വീട്ടിലുണ്ടാക്കുന്ന പിസ്സ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല കാണാൻ നല്ല രസമുണ്ട്. ഇടിക്കുന്ന പിസ്സ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. പിസ്സ റെഡിയാണ്. പിസ്സ കട്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് വീട്ടിൽ പിസ്സ ഉണ്ടാക്കുക. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. വീട്ടിൽ സ്കൂളൊക്കെ പൂട്ടി തുറക്കുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ വൈകുന്നേരം ഇങ്ങനെ സംഭവം ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഷോപ്പിൽ പോയിട്ട് മറ്റേ കെമിക്കൽ ഉണ്ടാക്കി ഇത് വാങ്ങിക്കണ്ട. നല്ല വീട്ടിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റിയ പിസ്സ എടുത്തിട്ട് കഴിക്കാം. അയ്യവാ, എന്താ അതിൻ്റെ ടേസ്റ്റ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക, ഫോളോയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ സെറ്റല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്.